ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ദാ ഇതെന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഉലുവായുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ദാ ഒരു ചെറിയ കെട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കെട്ടെന്ന് പറഞ്ഞാൽ ദാ ഒരു കെട്ടിനകത്ത് ദാ ഇത്രയും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ 4 കെട്ട് മേടിച്ചേ. ഈ 4 കെട്ട് ഉലുവായുടെ ഇലയ്ക്ക് 20 രൂപയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉലുവായുടെ ഇല അങ്ങനെ അധികമായിട്ട് അങ്ങനെ കിട്ടാറില്ല. കിട്ടുവാണെങ്കിൽ തന്നെ നല്ല വിലയായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 4 കെട്ടിന് 20 രൂപ. അപ്പോൾ നല്ല ലാഭമായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഇതിൻ്റെ സീസണൊക്കെ ആണെന്ന് തോന്നുന്നു. സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഇതിന് നല്ല വില വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലല്ല, നമുക്ക് ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 4 എണ്ണത്തിൻ്റെ ആവശ്യമില്ലേ. ഒരെണ്ണം മതി കേട്ടോ, ഒരു കെട്ട് മതിയേ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മേത്തിയുടെ ഇല കൊണ്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ മേത്തിയുടെ ഇലയൊക്കെ കഴിക്കുന്നവർക്കറിയാം, ഇത് ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് അധികം കയ്പ്പൊന്നുമില്ലാതെ, ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് മേത്തിയില വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തണ്ടിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് തണ്ട് കളയണം കേട്ടോ. തണ്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കയ്പ്പൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. തണ്ടങ്ങനെ പൊതുവെ ഇടാറില്ല, നമ്മൾ ഇല മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് അടർത്തി വേഗം എടുക്കാവേ. ഉലുവായ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഉലുവായുടെ ഇലയ്ക്കും ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഉലുവായുടെ ഇല നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് വേഗം അടർത്തി എടുക്കുവാണ്. അപ്പം ഇത് അടർത്തി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട ജോലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്യത്തില്ലേ, അതുപോലെ വേണം കേട്ടോ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ അടർത്തി എടുക്കാനേ. ഞാനപ്പം രാവിലെ കറി വെക്കേണ്ട സമയത്ത് രാത്രിയിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് രാവിലെ എടുക്കുമ്പോൾ നമ്മുടെ സമയമൊക്കെ പോവേ. അപ്പോൾ അങ്ങനെയെല്ലാം ഇലയെല്ലാം തണ്ടിൽ നിന്ന് അടർത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നോക്കി എന്തേരെയാണ് അതിൻ്റെ തണ്ട് വന്നിരിക്കുന്നതെന്ന്. ഇലേനെ കഴിഞ്ഞ് കൂടുതൽ തണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇലയെല്ലാം കഴുകി എടുത്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. പരിപ്പ് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് കഴുകി പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 1-2 വിസിലടുപ്പിച്ച് നമുക്ക് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ പരിപ്പും നമ്മുടെ ഉലുവായുടെ ഇലയും കൂടി ഇട്ട് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഉലുവായുടെ ഇലയുടെ കയ്പ്പൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ആണോ വെക്കുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പരിപ്പ് കുക്കറിനകത്ത് വേഗം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചെറിയ ജീരകവും ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിനകത്ത് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വെന്തിരിക്കുന്ന പരിപ്പിനകത്തേക്ക് നമ്മളിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പം തക്കാളിയും സവോളയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മേത്തി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മേത്തി ഇല കഴുകി വെള്ളം പോകാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ മേത്തി ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിലടുപ്പിക്കാം കേട്ടോ. അധിക നേരം നമ്മൾ വീണ്ടും വിസിലടുപ്പിക്കുന്നില്ല. ഇലയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. ഇലയും തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പം ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റ വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ മേത്തിയിലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണ് കുക്കറിനകത്തുനിന്ന്. അപ്പോൾ അത് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഈ രീതിയിൽ മേത്തിയില കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൂടെയുള്ള ഒരു കറിയില്ലേ, ആ ഒരു കറിയുടെ ടേസ്റ്റ് വരും കേട്ടോ. മേത്തിയിലയുടെ കൈ പൊട്ടുമില്ലാതെ മുരിങ്ങയില കറിയാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം ഇങ്ങനെ വെക്കാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെ. തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും ചേർത്ത് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പിന്നെ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം ഇട്ട് തിളപ്പിക്കത്തില്ലേ, ഒന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് ചാറ് അധികമായാലും നമ്മൾ പരിപ്പായതുകൊണ്ട് അതവിടെ ഇരുന്നങ്ങ് കുറുകിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ചാറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറുതായി ഒന്ന് കടുക് താളിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പിന്നെ കറിവേപ്പില ഇടുന്നില്ലേ, ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്കറി ആയതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കടുക് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, കടുകും ചെറിയ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിക്ക് കടുക് താളിച്ചെടുത്തപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മേത്തിയില കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.